മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വലിയ ഒരു പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. അന്ന് പിന്നെ സോഷ്യൽ മീഡിയകൾ ഇല്ലാത്ത കാലമാണ്. വാട്സപ്പോ മറ്റുള്ള അതൊന്നുമില്ല. വെറും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഒരു പ്രവർത്തനം. പരിശുദ്ധമായ കഅബ നിർമ്മാണം നടത്തിയത് ഖുർആൻ പറഞ്ഞു. ഇബ്രാഹീം അൽ-ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ, പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ആ ചുമരുകൾ, അതിന്റെ ഓരോ കല്ലുകൾ, അത് തൊട്ടടുത്ത് നിന്നിട്ട് ആ മകനോട് തിരുപ്പുവേണ്ടി വന്നത് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് കല്ലുകൾ കൊണ്ടുവന്നു. മകനും ഉപ്പയും രണ്ടാളുകളും കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, അതിനിങ്ങനെ പടുത്തുയർത്തിയ സംഭവമാണ്. ഓരോ കല്ലുകൾ വെച്ചിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ദുആ ചെയ്യുന്ന റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓരോ കല്ലുകൾ സ്ഥാപിച്ച് ഓരോ കല്ലുകൾ ആ കഅബ ശരീഫിന്റെ ചുമരിൽ വെച്ച് മഹാന്മാർ കാണുന്നത്. ഇതൊക്കെയും പറയുന്നത് അവരുടെ ആ ഒരു ആത്മാർത്ഥതയുള്ള പ്രവർത്തനം. ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്താലും ഞമ്മ അറിയുന്നതിന് മുമ്പ് അതിനെ 10 ആളുകൾ അറിയുന്ന കാലം. ഏത് ലോകം നമ്മളെ ഈ നാട്ടിന് ഒരു കാര്യം ചെയ്താൽ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് ലോകത്തിലുള്ള ആളുകൾ അറിയുന്ന ഒരു കാലം. അതിനു വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കാലം. അതിനുവേണ്ടി മാത്രം പേര് കിട്ടണം, 10 ആളുകൾ അറിയണം. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും റിയായിലൂടെ, ഉൾനാട്യത്തിലൂടെ അതിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. അപ്പൊ നമ്മുടെ മുൻഗാമികൾ, മഹാന്മാരായ പ്രവാചകന്മാർ ചെയ്ത പ്രവർത്തനം ഒന്നുമില്ല. കാണാനുള്ളത് ഉപ്പയും മകനും വഹിച്ചാൽ പിന്നെ കാണാനുള്ളത് അല്ലാഹുവാണ്. ആളുകളില്ല, ആചാര്യമില്ല, വേറെ ഒരാളില്ല. മറ്റൊരാളുടെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്തതുമല്ല. ആത്മാർത്ഥതയുടെ പ്രവർത്തനം മുൻഗാമികൾ ചെയ്തു നോക്കിയാലാണ്. ഷാഫി ഇമാമിന്റെ ചരിത്രത്തിൽ കാണാം. ഷാഫി ഇമാം 2 തലയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. 2 തലയുള്ള ഒരു പെണ്ണിന്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്? 2 തലയുള്ള ഒരു പെണ്ണിന്റെ കാര്യത്തിൽ. 2 തലയുള്ള പെണ്ണ്, 2 മുഖം ഉണ്ടാവും, 2 ചെവി ഉണ്ടാവും, അല്ലെ? ഓരോ മുഖത്തിൽ 4 ചെവി, 4 കണ്ണ്. അപ്പോ അങ്ങനെയുള്ള ഒരു പെണ്ണ് എങ്ങനെയാ ഉദർക്കേണ്ടത്? ആ പെണ്ണ് എങ്ങനെയാണ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ഷാഫി ഇമാമിനോട് ഒരാൾ വന്നിട്ട് മസല ചോദിച്ചു. ഷാഫി ഇമാം ചോദിച്ച്, അങ്ങനത്തെ ഒരു പെണ്ണുണ്ടോ? 2 തലയുള്ള, 2 മുഖമുള്ള, 4 ചെവിയുള്ള, 4 കണ്ണുള്ള ആളുണ്ടോ? പറഞ്ഞുണ്ട്. നമ്മുടെ മിസ്രില്, ഈജിപ്തിൽ, നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയുള്ള ഒരു പെണ്ണുണ്ടോ? എന്നാൽ ആ പെണ്ണിനെ കുറിച്ചൊന്ന് പഠിക്കണോ? അപ്പോ ഷാഫിമാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഷാഫിമാൻ നേരെ ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിച്ച് എന്നൊരു പെണ്ണിന്റെ ഉപ്പാന്റെ അടുത്ത് പോയിട്ട് ഷാഫിമാൻ പറഞ്ഞത്രേ, നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്. നിങ്ങളെ മോൾ, ഏത് മോൾ? 2 തലയുള്ള, 2 മുഖമുള്ള. നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ കളറില്ലാത്ത വേറെ ചെറിയൊരു കപ്പോ ഡോട്ടോ ഉണ്ടെങ്കിൽ റിജക്ട് ചെയ്യുന്ന കാലമാണ്, അല്ലേ? റിജക്ട് ചെയ്യുന്ന കാലമാണ്. അത് വേണ്ട, ഞാൻ അതിന് ഇഷ്ടമുണ്ട്, ഒരു വേറെ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ മൂക്ക് കുറച്ച് മടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ കാലമാണ്. ഷാഫി ഇമാം പോയിട്ട് ചോദിച്ച്,
എനിക്ക് ആ പെണ്ണിനെ കാര്യം നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു തരുമോ? ഒപ്പാക്കാനുള്ളത് എങ്ങനെയുണ്ട? അപ്പോ ചോദിച്ച് നിങ്ങൾ പറഞ്ഞ നേരന്നെയാ? ആ നേരാണ്. എന്നാ പറഞ്ഞ് എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു തരാം, നല്ല മകൾ തരണോ? നല്ല മകൾ, ചെറിയ മകളല്ല. എത്രയാണ്? 100 ദീനാർ തരണം. 100 ദീനാർ. അന്ന് നല്ലൊരു പെണ്ണുക്ക് പോലും നല്ല ചെറുപ്പക്കാരൻ കൊടുക്കാത്തൊരു മകളായിരുന്നു. ഷാഫിമ പറഞ്ഞു പറ്റും, 100 തരാം. അങ്ങനെ 100 ദീനാർ കൊടുത്ത് ആ ഉപ്പാന്റെ മോള് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. നിക്കാഹ് കഴിച്ച് എന്നിട്ട് വീട്ടുവിടാൻ വേണ്ടി പോയിട്ട് ഷാഫി ഇമാം ആ പെണ്ണിനോട് പറഞ്ഞത്ര, മോളെ നിനക്ക് ഞാൻ 100 ദീനാർ മഹർ തന്നിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് പൊരുത്തപ്പെട്ടു തരണോ? ആ 100 ദീനാറും നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ തരാത്ത വരും. കാരണം എനിക്ക് വേറെ ഭാര്യയുണ്ട്, മക്കളും. നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് നിന്റെ പ്രത്യേകമായ ഒരവസ്ഥയാണ്. അപ്പൊ നിന്നെ കുറിച്ച് എനിക്കൊന്ന് പഠിക്കണമെങ്കിൽ നിന്നെ നോക്കൽ എനിക്ക് ഹലാലാണ്. കാരണം നിന്നെ നോക്കിയിട്ട് നീ വസ്ത്രം ഞാൻ പറഞ്ഞ് പഠിച്ചാൽ അത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ആ ഇൽമു ഹലാലാകണം. ആ ഇൽമു ഹലാലാകണമെങ്കിലോ നിന്നെ നോക്കൽ എനിക്ക് ഹലാലാകണം, നിന്നെ തൊടൽ എനിക്ക് ഹലാലാകണം. അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വലിയ മഹർ കൊടുത്തിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. അതിന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ തല്ലാത്ത തൂക്കി നിന്നെ ഞാൻ തലാഖ് ചെയ്തിരുന്നു, നിന്നെ ഞാൻ തലാഖ് ചെയ്തു പെണ്ണെ. അല്ല, മഹാന്മാരായ മുഖാമികളായ മഹാന്മാരുടെ ആ വറവും അവരുടെ സൂക്ഷ്മതയും അവരുടെ തത്വയും. അല്ലെ, 100 ദീനാർ അത് പോയാലും പ്രശ്നമില്ല. പഠിക്കുന്ന കാര്യം, പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, അതൊക്കെയും വരും തലമുറകൾക്ക് ഹലാലായി കിട്ടണം എന്ന നിയ്യത്തോടെ ഈ വലിയ പ്രവർത്തനം ലോകത്തോട് സമ്മാനിച്ച മഹാനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് എല്ലാ മഹാന്മാരും. അവർക്ക് എന്തില്ല, എന്നിട്ടും അവർ ചെയ്ത്. അന്ന് വാട്സപ്പില്ല, അന്ന് മറ്റുള്ള പ്രചരണങ്ങളൊന്നുമില്ല. എന്നാലും അവർ ചെയ്ത ആ പ്രവർത്തനം ഇന്നും പച്ചയായിട്ടുണ്ട്. എന്താ കാരണം? ആ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹു ഏറ്റെടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അന്ന് ആ കാര്യം ചെയ്യുമ്പോ ഒരു ലൈവോ ഇല്ല, ഒരു ഷൂട്ടിങ്ങോ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ലൈവിനേക്കാൾ കൂടുതലായി അള്ളാഹു ആ പരിപാടി ഏറ്റെടുത്തു. ഇന്ന് ലക്ഷക്കണക്കിനുള്ള ആളുകൾ ആ പരിശുദ്ധമായ കഅബാലയത്തിന് മുന്നിൽ ഒരുമിച്ച് കൂടുന്നു, ആ മഹാന്മാരെ ഓർക്കുന്നു. അവിടെ മഖാം ഇബ്രാഹിം എന്ന പ്രത്യേകമായ ഒരു സ്ഥലം തന്നെ പ്രത്യേകം തവാഫ് ചെയ്താൽ പിന്നെ പോയിട്ട് അതിന്റെ പിന്നിൽ, അതേ സ്ഥലത്തിൽ അതിന്റെ പിന്നിൽ ആ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ്. എന്റെ കാരണം അത് ഏറ്റെടുത്തതാണ്. നാം ഓരോ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയോടെ, ഇഖ്ലാസോടെ, അല്ലാഹ് കാണണം, അല്ലാഹു ഇഷ്ടപ്പെടണം എന്ന നിയ്യത്തോടെ ചെയ്താൽ അൽഹംദുലില്ലാഹ് അതിന്റെ അടുത്ത് ആ പ്രവർത്തനങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് സ്വീകാര്യത ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നാം ചെയ്യേണ്ടതും, അതിന് വേണ്ടിയിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടതും. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള ആ പ്രത്യേകമായ ഖൽബും പ്രത്യേകമായ ഈമാനും നമ്മുടെ ഓരോരുത്തരുടെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെയും ജീവിതത്തിൽ നൽകി പടച്ചോനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ റബ്ബേ. മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ചെയ്യുന്നത് ചെറിയ ചെറിയ അമലാണെങ്കിലും അല്ലാഹുവേ ആ അമലുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. മഴയാണ് പടച്ചോനെ, കാലാവസ്ഥ വളരെ പ്രയാസകരമാണ്. എന്നാൽ പോലും നിന്റെ പള്ളിയെ മറക്കാതെ, ജമാഅത്ത് മറക്കാതെ പടച്ചോനെ പള്ളിയിലേക്ക് കടന്നു വന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്ക് നീ വലിയ പ്രതിഫലം നൽകണേ അല്ലാഹ്, വലിയ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആഖിറത്തിലെ ആളുകൾ പ്രയാസപ്പെടുന്ന സമയത്ത് ദുനിയാവിന്റെ പ്രയാസം കണക്കിലെടുക്കാതെ നിന്റെ ദീനിനെ സ്നേഹിച്ചതുകൊണ്ട് നാല് ആഖിറത്തിന്റെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്.
അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നീ ലഘൂകരിച്ചു തരണേ അമ്മേ. അവിടുത്തെ പ്രയാസങ്ങൾ നീ പ്രയാസമല്ലാതെ ആക്കി തരണേ അമ്മോ. പടച്ചോനെ ശാരീരികമായി നമ്മുടെ സർവ്വ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഭാര്യമാരുടെ, ഉമ്മമാരുടെ, മക്കളുടെ, കുടുംബങ്ങളുടെ, അയൽവക്കക്കാരുടെ, സ്നേഹിതന്മാരുടെ, ഭക്ഷണം തന്നവരുടെ, വസ്ത്രം തന്നവരുടെ, സഹായിച്ചവരുടെ, സഹകരിച്ചവരുടെ എല്ലാ രോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലോ. ബാബുവേ, ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഹാർട്ടിന്റെ കാര്യത്തിൽ പടച്ചോനെ ഹോസ്പിറ്റലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ബ്ലോക്ക് എടുക്കാൻ കരുതിയ ആളുകൾ പടച്ചോനെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലോ. ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യ ശരീരങ്ങളെ നീ പടച്ചവനാണെങ്കിൽ ഉള്ള ശരീരത്തിൽ സംഭവിച്ച ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അത് നീക്കൽ നിനക്ക് ബുദ്ധിമുട്ടല്ലല്ലോ അല്ലോ. നീ നീക്കി കൊടുക്കണേ അല്ലോ. റാഹത്ത് നൽകണേ അല്ലോ. സന്തോഷം നൽകണേ അല്ലോ. മല പോലെ കണക്കാക്കിയ കാര്യങ്ങൾ മുഴുവൻ മഞ്ഞ് പോലെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലോ. നിനക്കത് കഴിയും പടച്ചോന് നീ സഹായിക്കണേ അല്ലോ. നമ്മുടെ ശരീരങ്ങൾക്ക് നീ തന്ന ആഫിയത്ത് മരിക്കുന്നത് പോലെ ദാഹിമാക്കണേ അല്ലോ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾക്ക് മുഴുവനും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലോ. അതിന് വേണ്ടി പോയ ഹാജിമാർ അല്ലാഹുവർക്ക് നീ സന്തോഷം നൽകണേ അല്ലോ. അവരുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലോ. ഈ വരും ദിവസം വരെ അവരെ ധാരാളമായി അമൽ ചെയ്യാൻ അവർക്ക് അവരുടെ ശരീരങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കുമ്പോ, ആരോഗ്യം കൊടുക്കുമ്പോ, മനസ്സിന്റെ ധൈര്യം കൊടുക്കണേ അവർക്ക്. سيدنا محمد صلى الله عليه وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير.